ആദ്യത്തെ അമേരിക്കൻ പോണ്ടിഫായ് ലിയോ 14 മാർപ്പാപ്പ. കത്തോലിക്ക സഭയുടെ 1.4 ബില്യൺ അനുയായികളെ നയിക്കാൻ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റിനെ തിരഞ്ഞെടുത്തു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ്. തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ലിയോ 14 എന്ന പേര് സ്വീകരിച്ചു. വളരെ കാലമായൊരു സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും രാജ്യത്തിന്റെ നിലവിലുള്ള ആഗോള സ്വാധീനം കണക്കിലെടുത്ത് ചിലർ ഒരു US പോപ്പിന്റെ സാധ്യതയെ സംശയിച്ചിരുന്നു. എന്നിരുന്നാലും ക്രിസ്റ്റോവിന് പെറുവിയൻ പൗരത്വമുണ്ട്. നിരവധി വർഷങ്ങൾ അവിടെ ചെലവഴിച്ചു. തുടക്കത്തിൽ ഒരു മിഷണറിയായും പിന്നീട് ഒരു ബിഷപ്പായും. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോണ്ടിഫായ് വ്യാഴാഴ്ചയാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള കർദിനാൾമാർ കത്തോലിക്ക സഭയുടെ അനുയായികളെ നയിക്കാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. തുടർന്ന് അദ്ദേഹം ലിയോ 14 എന്ന പേര് സ്വീകരിച്ചു. കോൺക്ലേവ് കൂടി രണ്ടാം ദിവസം സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയർന്നു. പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തു എന്നതിന്റെ സൂചനയായിരുന്നു അത്. തീരുമാനത്തെക്കുറിച്ചുള്ള വാർത്ത പരന്നതോടെ റോമിലുടനീളം പള്ളിമണികൾ മുഴങ്ങി. പ്രിവോസ്റ്റ് ബാൽക്കണിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ജനക്കൂട്ടം കരഘോഷം മുഴക്കി. അദ്ദേഹം പുഞ്ചിരിച്ചു, ഇരു കൈകളും വീശി, കൂടി നിന്നവരെ വണങ്ങി. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി തന്റെ ആദ്യ പൊതുവാക്കുകളിൽ പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അഗസ്റ്റേനിയൻ സഭാംഗമായ ലിയോ 14 മാർപ്പാപ്പ US-ലെ ഷിക്കാഗോയിൽ 1955 സെപ്റ്റംബർ 14 ജനിച്ചത്. സെയിന്റ് ലൂയിസിലെ ഒരു മൈനർ സെമിനാരിയിൽ തന്റെ മതപാഠം ആരംഭിച്ചു. പിന്നീട് ഫിലാഡൽഫിയയിലെ അഗസ്റ്റീനിയൻ കോളേജായ വില്ലനോവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. റോബർട്ട് പ്രിവോസ്റ്റ് തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും പെറുവിൽ ജോലി ചെയ്തിരുന്ന അഗസ്റ്റീനിയൻ ക്രമത്തിലെ അംഗമാണ്. 69 വയസ്സുള്ള ഷിക്കാഗോയിൽ നിന്നുള്ള പ്രിവോസ്റ്റ് തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും പെറുവിൽ ഒരു മിഷണറിയായി ജോലി ചെയ്തു. 1982 ഷിക്കാഗോയിലെ കാത്തലിക് തിയോളജിക്കൽ യൂണിയനിൽ നിന്ന് ദൈവികതയിൽ ബിരുദാനന്തര ബിരുദവും റോമിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റും നേടി. നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുള്ള അദ്ദേഹം 1985 പെറുവിലേക്ക് പോയി. പ്രിവോസ്റ്റിന് പെറുവിയൻ പൗരത്വമുണ്ട്. ആദ്യം ഒരു മിഷണറിയായും പിന്നീട് ഒരു ബിഷപ്പായും അദ്ദേഹം വർഷങ്ങളോളം പെറുവിൽ ചിലവഴിച്ചു. കനത്ത മഴക്കാലത്ത് ആവശ്യക്കാരായ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വെള്ളപ്പൊക്ക സമയത്ത് നടന്നു സഞ്ചരിച്ച ഒരു സമർപ്പിത മിഷണറി എന്ന നിലയിലാണ് പ്രിവോസ്റ്റ് പെറുവിൽ ഓർമ്മിക്കപ്പെടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ COVID-19 പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം ഓക്സിജൻ പ്ലാന്റുകൾ സുരക്ഷിതമാക്കാനും സഹായിച്ചു. 1999 അദ്ദേഹം US-ലേക്ക് മടങ്ങി. അവിടെ മിഡ്വെസ്റ്റിലെ അഗസ്റ്റീനിയൻസിന്റെ പ്രൊവിൻഷ്യൽ പ്രിയോറായി. തുടർന്ന് ലോകമെമ്പാടുമുള്ള ഓർഡറിന്റെ പ്രിയോർ ജനറലായി സേവനമനുഷ്ഠിച്ചു. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ രാജ്യത്തിന്റെ വടക്കുഭാഗത്തുള്ള ചിക്ലോയോ രൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചപ്പോൾ അദ്ദേഹം പെറുവിലേക്ക് മടങ്ങി. ലൈംഗികാതിക്രമ ആരോപണങ്ങളെ തുടർന്ന് കാനഡയിലെ കർദിനാൾ മാർക്ക് ഒവലെറ്റ് സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് 2023 ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാർക്കായുള്ള ഡിക്കാസ്റ്റിയുടെ പ്രിഫെക്റ്റായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. ഈ പങ്ക് സഭയുടെ ഏറ്റവും സ്വാധീനമുള്ള ഒന്നായി കണക്കാക്കപ്പെടുന്നു. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള പോണ്ടിഫിക്കൽ കമ്മീഷനെയും പ്രിവോസ്റ്റ് നയിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. തെളിവുകളുടെ അഭാവം മൂലം വത്തിക്കാൻ പിന്നീട് ഒവലെറ്റിനെതിരായ കേസ് അവസാനിപ്പിച്ചിരുന്നു. 2023 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാളായി അഭിഷേകം ചെയ്തത്. ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ പോപ്പായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇപ്പോഴിതാ പിൻഗാമി വടക്കേ അമേരിക്കയിൽ നിന്നും കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായാണ് ലിയോ 14 വന്നിരിക്കുന്നത്. വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. ലിയോ എന്ന പേര് തിരഞ്ഞെടുക്കുന്നത് അർത്ഥവത്താണെന്ന് നിരീക്ഷകർ പറയുന്നു. സാമൂഹിക നീതിയിലും പരിഷ്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ലിയോ എന്ന പേരുള്ള മുൻ പോപ്പുകൾ അറിയപ്പെടുന്നവരായിരുന്നു. ലിയോ എന്ന പേര് സ്വീകരിച്ച അവസാനത്തെ പോപ്പ് 1878 മുതൽ 1903 വരെ സഭയെ നയിച്ചു. സാമൂഹിക നീതി വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ലിയോ 13 പ്രശസ്തനായിരുന്നു. കൂടാതെ ആധുനിക കത്തോലിക്ക സാമൂഹിക പഠനത്തിന്റെ അടിത്തറ പാകിയതിന്റെ ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. ഫ്രാൻസിസിനെ പിന്തുണയ്ക്കുന്നതിന്റെയും പ്രത്യേകിച്ച് സാമൂഹിക നീതി വിഷയങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയും ശാന്തമായ ശൈലി പ്രിവോസ്റ്റിന് സമപ്രായക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും സഹായകമായിട്ടുണ്ട്.